നമസ്കാരം. ഇറാനെതിരെ ആരംഭിച്ച സൈനിക നടപടിയിൽ വൻ വിജയമാണ്. അമേരിക്കൻ സൈന്യം പ്രതീക്ഷിച്ചതിലും വലിയ മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൗസിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് യുദ്ധത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. യുദ്ധമുന്നണിയിൽ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് എന്നാണ്. സൈന്യത്തിന്റെ പ്രകടനത്തിൽ 10-ൽ എത്ര മാർക്ക് നൽകുമെന്ന ചോദ്യത്തിന് താൻ 15 മാർക്കും നൽകും എന്നായിരുന്നു മറുപടി. ഇറാന്റെ മിസൈൽ ശേഖരവും അവ വിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങളും അതിവേഗം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. അയൽ രാജ്യങ്ങളെയും ഒരു കാലത്ത് സഖ്യകക്ഷികളായിരുന്നവരെയും ഇറാൻ ആക്രമിക്കുന്നുണ്ട് എന്ന കാര്യം ശരിവെച്ച പ്രസിഡന്റ് നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇറാനെന്നും നിലവിലെ സൈനിക നീക്കം അതിന് അന്ത്യം കുറിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിലെ ഉന്നത നേതാക്കളുടെ മരണത്തെ തുടർന്നുണ്ടായ ഭരണ പ്രതിസന്ധിയെ പരിഹാസ രൂപേണയാണ് ട്രംപ് നേരിട്ടത്. ഇറാൻ നേതൃനിര അതിവേഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നും അവിടെ നേതാവാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കൊല്ലപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് ട്രംപിന്റെ പരിഹാസം. ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാന്റെ അടുത്ത ഭരണാധികാരി ആരാകുമെന്ന കാര്യത്തിൽ തനിക്ക് പ്രത്യേക താല്പര്യമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനെ പൂർണ്ണമായും നിശബ്ദമാക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം. ഈ സൈനിക നടപടി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് വൻ ആക്രമണം ഉണ്ടാകുമായിരുന്നു എന്നും ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. തങ്ങൾ ആദ്യം ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേലിനെ അവർ ലക്ഷ്യം വെക്കുമായിരുന്നുവെന്നും സാധ്യമാണ് എങ്കിൽ അമേരിക്കയ്ക്ക് നേരെയും അവർ നീങ്ങുമായിരുന്നു എന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക നീക്കത്തെ അത്ഭുതകരമായ മുന്നേറ്റം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അതേസമയം യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ച് ഭരണകൂടത്തിലെ വിവിധ ഉദ്യോഗസ്ഥർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇസ്രയേൽ ഇറാൻ ആദ്യം ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന് ചിലർ വാദിച്ചപ്പോൾ ഇറാനും ഇസ്രയേലും അമേരിക്കയ്ക്ക് നേരെ മിസൈലുകൾ തൊടുക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടത്. മേഖലയിൽ അമേരിക്കൻ സൈനികരെ ലക്ഷ്യം വെച്ച് ഇറാൻ ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ട് എന്ന ശക്തമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ട്രംപ് ഈ സൈനിക നടപടിക്ക് ഉത്തരവിട്ടതെന്ന് വൈറ്റ് ഹൗസ് പറയുന്നു.